ഇനി നമുക്ക് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. വൈഗോസ്കി. എന്തൊക്കെയാണ് വൈഗോസ്കി ആധുനിക വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവന? ആധുനിക ബോധനശാസ്ത്ര മാറ്റത്തിൽ വൈഗോസ്കിയുടെ പങ്കെന്താണ്? ലോകപ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു വൈഗോസ്കി. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സോഷ്യോ കൾച്ചറൽ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആധുനിക വിദ്യാഭ്യാസത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ബോധന രീതികൾ കടന്നു വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സിദ്ധാന്തമാണ് സോഷ്യോ കൾച്ചറൽ ലേണിംഗ്. നേരത്തെ നമ്മൾ പണ്ട് കാലത്തെ ബോധന രീതിയും ആധുനിക കാലഘട്ടത്തിലെ ബോധന രീതികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കുട്ടികൾ വിജ്ഞാനം സ്വീകരിക്കുകയായിരുന്നു, അവർ റിസീവ് ചെയ്യുകയായിരുന്നു. എന്നാൽ നിലവിൽ കുട്ടികൾ വിജ്ഞാനം നിർമ്മിക്കുകയാണ്, അവർ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം വൈഗോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ലേണിംഗ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സോഷ്യോ കൾച്ചറൽ ലേണിംഗ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് വൈഗോസ്കിയുടെ ഒരു ചെറിയൊരു ബയോഗ്രഫി നമുക്കറിയാം. 1896 ബർലസിലെ ഓർഷ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരു ജൂയിഷ് ലോട്ടറിയുടെ ഭാഗമായി മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ലോയും മെഡിസിനും അതുപോലെ തന്നെ നിയമം, മെഡിസിൻ, ചരിത്രം, തത്വചിന്ത ഇതൊക്കെ പഠിച്ചുകൊണ്ട് 1917 ഡിഗ്രി നേടി. അങ്ങനെ അദ്ദേഹം ഒരു റിസർച്ചറായിട്ട് സൈക്കോളജി, ഒരു മോസ്കോയിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപനത്തിൽ 1924 ഒരു റിസർച്ചറായി ചേരുകയും 1925 തൻ്റെ ഡെസേർട്ടേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ മനഃശാസ്ത്രപരമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, ചില അഭിപ്രായങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഇന്ററാക്ഷൻ, ആശയവിനിമയ കൈമാറ്റം, അത് ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ, അവൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നിങ്ങൾ സൈക്കോളജിയിൽ വ്യത്യസ്തമായ ലേണിംഗ് തിയറീസ് പഠിക്കും. അതിനെ ഓരോ വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ചില ആളുകളുടെ പഠന സിദ്ധാന്തങ്ങളെ ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്നാണ് പറയാറുള്ളത്. കാരണം അവർ പഠനം നടക്കുന്നത് നിരന്തരമായ കണ്ടീഷനിങ്ങിലൂടെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചില തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി, അതുപോലെ തന്നെ പാബ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ, അങ്ങനെ പല തിയറികളും നിങ്ങൾ പഠിക്കും. അതൊക്കെ ബിഹേവിയറിസ്റ്റ് തിയറീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് പഠനം എന്ന് പറയുന്നത് ഒരിക്കലും മെക്കാനിക്കൽ അല്ല, യാന്ത്രികമല്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ബിഹേവിയർ, അത് ഒരു കണ്ടീഷനിങ്ങിലൂടെ നടക്കേണ്ടതല്ല, മറിച്ച് അത് മീനിങ് ഫുൾ ആണ്, അർത്ഥസമ്പുഷ്ടമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് തൻ്റെ കോഗ്നിറ്റീവ് ഡൊമൈൻ അഥവാ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് പഠനം യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് പറയുന്ന ആ രീതിയിലുള്ള സിദ്ധാന്തങ്ങളാണ് കോഗ്നിറ്റീവ് തിയറീസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ വൈഗോസ്കിയുടെ അഭിപ്രായത്തിലും ബൗദ്ധികമായിട്ടുള്ള വികാസത്തിലൂടെയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കാരണം നമ്മുടെ ഒരു വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ
അവിടെ തലച്ചോറിന്റെ വളർച്ച ഉണ്ടാകണം, അവരുടെ ഒരു ബൗദ്ധികമായിട്ട് വളർച്ച നടക്കണം, ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പഠിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഒരു ബൗദ്ധിക വളർച്ചയുടെ കാര്യത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹികമായ ഇടപെടലുകൾ, സാമൂഹികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ, ആ ഇന്ററാക്ഷൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് വൈഗോസ്കി പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒരു കുട്ടിയെ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല. അദ്ദേഹം ഒരു കുട്ടിയെ കാണുന്നത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളുടെ, സാമൂഹികമായിട്ടുള്ള സംഭാഷണങ്ങളുടെ, സാമൂഹികമായിട്ടുള്ള ആശയവിനിമയങ്ങളുടെ, സാമൂഹികമായിട്ടുള്ള ആ ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ്, ഒരു ഉൽപ്പന്നമായിട്ടാണ് കുട്ടിയെ അദ്ദേഹം കാണുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ടല്ല, അത് യൂണിവേഴ്സൽ അല്ല. മറിച്ച് ഓരോ വ്യക്തിയും ജീവിക്കുന്ന സാംസ്കാരികമായ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സാംസ്കാരിക പശ്ചാത്തലങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, അതുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലൂടെയാണ് ഒരാളുടെ വളർച്ച, ഒരാളുടെ ലേണിംഗ് സംഭവിക്കുന്നത് എന്നാണ് വൈഗോസ്കി പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഒരു മനുഷ്യന്റെ കൾച്ചറൽ ഡെവലപ്മെന്റ്, സാംസ്കാരിക വളർച്ച, വികാസം എന്ന് പറയുന്നത് 2 തലത്തിലാണ് നടക്കുന്നത്. അതിന് 2 സ്റ്റേജുകളുണ്ട്. ഒന്ന് ഇൻട്രാ സൈക്കോളജിക്കലാണ്, മറ്റൊന്ന് ഇന്റർ സൈക്കോളജിക്കലാണ്. അത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചാളുകളുമായി ഇടപഴകുന്നു, ആ സമയത്ത് അവരുടെ ഒരു വസ്ത്രധാരണ രീതി നിങ്ങൾ കാണുന്നു, നിങ്ങൾ അതുപോലുള്ളൊരു വസ്ത്രം ധരിക്കുന്നു, കണ്ണാടി നോക്കുന്നു, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, ഈ വസ്ത്രം എനിക്ക് യോജിക്കുന്നു. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മളിപ്പോ മറ്റുള്ളവരുമായി സംവദിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നു. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ചില ശരി തെറ്റുകളെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ഒരാളുടെ കൾച്ചറൽ ഡെവലപ്മെന്റ്, കൾച്ചർ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതശൈലിയാണ്, ഒരു സമൂഹത്തിന്റെ ജീവിതശൈലിയാണ്. അപ്പോൾ ഒരാളുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള വളർച്ച നടക്കുന്നത് 2 സ്റ്റേജിലൂടെയാണ്. ഒന്ന് ഇന്റർ സൈക്കോളജിക്കലാണ്, മറ്റൊന്ന് ഇൻട്രാ സൈക്കോളജിക്കലാണ്. ഏതായാലും വൈഗോസ്കിയുടെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നത്, ലേണിംഗ് നടക്കുന്നത് സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷനിലൂടെയാണ്. അത് ബൗദ്ധികമായ ഡെവലപ്മെന്റ് ആണ്. കാരണം ഒരാളെ കണ്ടിട്ട് നമ്മൾ യാന്ത്രികമായിട്ട് അത് അനുകരിക്കുന്നതല്ല. ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ട് യാന്ത്രികമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ലേണിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നാണ്. നമ്മുടെ ഒരു സ്വഭാവ പെരുമാറ്റ വ്യവഹാര രീതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഈ മാറ്റം എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് അത് യാന്ത്രികമായിട്ട് നടക്കുന്നതാണ് എന്നാണ്. അഥവാ നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് നമ്മുടെ ഹാബിറ്റായി മാറുന്നതാണ്. എന്നാൽ കോഗ്നിറ്റീവ് തിയറീസിന്റെ ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല. നമ്മളൊരു കാര്യം കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഒരു മാറ്റം നടക്കുന്നത്, ഒരു ലേണിംഗ് നടക്കുന്നത്. എന്നാൽ ഈ ചിന്തയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഒരു സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഇന്ററാക്ഷൻ, ആശയവിനിമയം നടക്കുമ്പോഴാണ് എന്നാണ് വൈഗോസ്കി പറയുന്നത്. അതുപോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് MKO എന്ന് പറയുന്നത്, അഥവാ മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിനേക്കാൾ
മുകളിൽ നിൽക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത്. ഈ മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് ഒരു എൽഡർ സ്റ്റുഡൻ്റ് ആകാം, അതോ ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആകാം, അല്ലെങ്കിൽ തൻ്റെ തന്നെ ക്ലാസ്സിലുള്ള തന്നെക്കാൾ വിവരമുള്ള ഒരു കുട്ടിയാകും. ഇപ്പൊ കണക്കിന്റെ കാര്യത്തിൽ ചില കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ വിവരമുണ്ടാകും. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ചില കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ വിവരമുണ്ടാകും. മോർ നോളജബിൾ അതറാണ്. ടീച്ചർ ഒരു മോർ നോളജബിൾ അതറാണ് ഡെഫിനറ്റ്ലി. പിന്നെ പാരൻസ് മോർ നോളജബിൾ അതറാണ്. അദ്ദേഹം ഒരു മോർ നോളജബിൾ അതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. നിങ്ങളത് മനസ്സിലാക്കും. ഞാൻ ഇതിന്റെ പിറകെ പറയുന്ന ചില കാര്യങ്ങൾ ഒരുപാട് എന്താണ് ഈ മോർ നോളജബിൾ അതേഴ്സ് എന്നത് മനസ്സിലാക്കുക. ഏതായാലും വൈഗോസ്കി മുന്നോട്ട് വെച്ച ഒരു കോൺസെപ്റ്റാണ് MKO, മോർ നോളജബിൾ അതേഴ്സ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം പഠിക്കുന്ന കാര്യത്തിൽ, ഒരു പ്രത്യേക വിഷയം പഠിക്കുന്ന കാര്യത്തിൽ അവനേക്കാൾ കൂടുതൽ അറിവുള്ള ആൾ എന്നാണ് മോർ നോളജബിൾ അത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരമുള്ള മറ്റൊരാൾ എന്ന അർത്ഥത്തിൽ. ഇനി അദ്ദേഹം ഒരു കുട്ടിയുടെ കഴിവുമായി ബന്ധപ്പെട്ട്, ബൗദ്ധികമായിട്ടുള്ള കഴിവുമായി ബന്ധപ്പെട്ടിട്ട് 3 മേഖലകളുണ്ട് എന്നാണ്, 3 സോണുകൾ. അതിൽ ഒന്നാമത്തെ സോണാണ് എ ചൈൽഡ് ക്യാൻ ഡു അലോൺ, അൺഎയ്ഡഡ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു കുട്ടിക്ക് ചെയ്യാൻ സാധിക്കും. ZPD ഒരു കുട്ടിക്ക് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ഇവിടെയാണ് മോർ നോളജബിൾ അതർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. തന്നെക്കാൾ ആ വിഷയത്തെക്കുറിച്ച് വിവരമുള്ള മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ വരുന്ന ഒരു സോണാണ് ഒരു കുട്ടിക്ക് എങ്ങനെയും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ 2ാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ബൗദ്ധിക വികാസത്തിനനുസരിച്ച് ഒരു മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉണ്ട്. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതിന് മുകളിലുള്ള കാര്യം പഠിപ്പിച്ചാൽ, നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും അവന് മനസ്സിലാക്കില്ല. കാരണം അത്തരം ഒരു മാനസിക വളർച്ച അവന് ഉണ്ടായിട്ടില്ല. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആ സമയത്ത് അവനെ പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു. അതിലിപ്പോൾ 1 3 2 എന്ന് പറയുന്നത് 1 3 2 അത് കുട്ടി ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്. പിന്നീട് അത് ടീച്ചർ അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ ആ ഒരു പ്രായത്തിൽ ഒരു 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ 1 3 2 എന്നുള്ളത് അവനെ പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു 100 + 100 അല്ലെങ്കിൽ 200 + 200 എന്നുള്ളതാണെങ്കിൽ അതവന് ചെയ്യാൻ സാധിക്കും, പക്ഷേ മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. അതാണ് ടീച്ചർ അല്ലെങ്കിൽ ഒരു സീനിയർ സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയാം. എന്നാൽ ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ദശാംശ സംഖ്യകൾ കൂട്ടാൻ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യകൾ പഠിപ്പിച്ചാൽ അവന് മനസ്സിലാകണം എന്നില്ല. കാരണം അത് അവൻ്റെ കപ്പാസിറ്റിയുടെ മുകളിലാണ്. ഈ രീതിയിലാണ് അദ്ദേഹം ഒരു കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനെ തരംതിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ലെവൽ. അവിടെ കുട്ടിക്ക് ആരുടെയും സഹായമില്ലാതെ മനസ്സിലാക്കുക. ചില വിഷയങ്ങൾ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം, അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസെ കുറിച്ച് അവർ തന്നെ പഠിച്ചു. പിന്നെ വരുന്നതാണ് അവൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ ഏറ്റവും മാക്സിമം. അത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ അവന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ. അതിൻ്റെ അപ്പുറത്തുണ്ട്, അതൊരിക്കലും ചെയ്യാൻ കഴിയും. നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. എന്നതുപോലെയാണ് പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത്. അത് തന്നെയാണ്. ഒരു 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പണ്ട് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിച്ചിരുന്ന പാഠഭാഗങ്ങളാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പലപ്പോഴും അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ. അതാണ് ഈ ZPD എന്നുള്ളത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസികമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു ബൗദ്ധികമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു മാക്സിമം ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതാണ് സോൺ ഓഫ് പ്രോക്സിമം ഡെവലപ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ വൈഗോസ്കി മുന്നോട്ട് വെച്ച ചില കാഴ്ചപ്പാടുകളാണ്. ഈ കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു,
പഠിതാവ് പുതിയ നോളജ്, വിജ്ഞാനം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ വിവരം നിർമ്മിക്കുന്നു, പുതിയ കഴിവ് ഉണ്ടാക്കുന്നു. പക്ഷെ അത് ചെയ്യുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്, ഇന്ററാക്ഷനിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടി വിജ്ഞാനം നിർമ്മിക്കുകയാണ് വേണ്ടത്. കുട്ടി വിജ്ഞാനം നിർമ്മിക്കുമ്പോഴാണ് ലേണിംഗ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ വിജ്ഞാനം നിർമ്മിക്കാൻ അവന് സ്വന്തമായി സാധിക്കില്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെക്കാൾ കൂടുതൽ അറിയുന്ന മോർ നോളജബിൾ അതേഴ്സും അതുപോലെ തന്നെ തന്നെ പോലെയുള്ളവരുമായി പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവൻ നിർമ്മിക്കുന്നത്. അഥവാ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഒരു കുട്ടി പുതിയ വിജ്ഞാനശകലങ്ങളും പുതിയ വിവരങ്ങളും പുതിയ കഴിവുകളും നിർമ്മിച്ചെടുക്കുന്നു എന്ന് പറയുന്ന വൈഗോസ്കിയുടെ സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സ്കഫോൾഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചർ പണ്ട് ഡിക്റ്റേറ്റർ ആയിരുന്നു, ഇപ്പോൾ ഫെസിലിറ്റേറ്റർ ആണ്, അഥവാ സ്കഫോൾഡറാണ്. എന്താണ് ടീച്ചറുടെ ദൗത്യം? നമ്മൾ 3 ലെവലുകളെ കുറിച്ച് പറഞ്ഞു, 3 അണ്ടർസ്റ്റാൻഡിങ് ലെവലുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടീച്ചറുടെ സഹായം ഇല്ലാതെ തന്നെ, അഥവാ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കും. ടീച്ചറുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു സോൺ ഓഫ് പ്രോക്സിമം ഡെവലപ്മെന്റ് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അവന്റെ ആ ഒരു സോൺ ഓഫ് പ്രോക്സിമം ഡെവലപ്മെന്റിനനുസരിച്ച് പുതിയ വിജ്ഞാനം സൃഷ്ടിക്കാൻ അവനെ സഹായിക്കുക, പുതിയ കഴിവുകൾ സൃഷ്ടിക്കാൻ അവനെ സഹായിക്കുക. ഇതാണ് ടീച്ചറുടെ ദൗത്യം. ടീച്ചർ അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു വേർഡ് പഠിപ്പിക്കണം, പുതിയൊരു വേർഡ് പഠിപ്പിക്കണം. ഇറക്റ്റ് എന്ന വേർഡ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് അർത്ഥം. സാധാരണ പണ്ടത്തെ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർ പറയും, ഞാൻ നിങ്ങളെ ഈ സെന്റൻസിൽ ഒരു പുതിയ പദമുണ്ട്, വേർഡ് ഉണ്ട്, ഇറക്റ്റ് എന്നാണ്. there is a new word, erect. Erect means straight. നേരെ ടീച്ചർ പറയാം. എന്നാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അങ്ങനെയല്ല. സ്ട്രെയിറ്റ് എന്ന വേർഡ് അവർക്ക് അറിയാം, അത് ടീച്ചർ പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 6ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ടീച്ചർ ഇറക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് അറിയില്ല. എന്നാൽ ഇറക്റ്റ് ടീച്ചർ പറയുന്നതിന് മുമ്പ് അവർ പറയണം. അതാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ തൻ്റെ വിരൽ ഇങ്ങനെ കാണിക്കുന്നു, എന്നിട്ട് അവരോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുന്നു. കുട്ടിക്കറിയാം ഇത് ഫിംഗറാണ് എന്ന് കുട്ടിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് അവൻ്റെ ബേസിക് ലെവലുള്ളത്. ഇറ്റ് ഈസ് യുവർ ഫിംഗർ. ടീച്ചർ അത് ടീച്ചറുടെ വിരലാണ് എന്ന് പറയും. അപ്പൊ ടീച്ചർ ചോദിക്കുന്നു, ഈസ് ഇറ്റ് ബെൻറ്റ് ഓ ഈസ് ഇറ്റ് സ്ട്രെയിറ്റ് ഓ ബെൻറ്റ്? അത് നേരെയാണോ സ്ട്രെയിറ്റ് ആണോ അതല്ല വളഞ്ഞിട്ടാണോ? അപ്പൊ അവർ പറയുന്നു ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്. കാരണം അവർക്കറിയാം സ്ട്രെയിറ്റ് എന്താണെന്ന് പറയും. ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് എന്ന് പറയും. അപ്പൊ ടീച്ചർ പറയുന്നു, then my finger is erect. Then what is the meaning of erect? അപ്പൊ കുട്ടികൾ പറയും erect means straight. erect means straight എന്ന് ടീച്ചർ ആദ്യം പറയുന്നതിന് മുമ്പ് ഇത്തരമൊരു ആക്ടിവിറ്റിയിലൂടെ, ഇത്തരമൊരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കുട്ടിയെ കൊണ്ട് പറയിക്കുന്നത്. ടീച്ചർ ഇറക്റ്റ് മീൻസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നതിന് പകരം കുട്ടി തന്നെ ടീച്ചറുടെ ചോദ്യങ്ങളിലൂടെ ടീച്ചറുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തിയിട്ട് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് അർത്ഥം എന്ന് വിജ്ഞാനം നിർമ്മിക്കുന്നു. ഇതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അവിടെ ടീച്ചർ ഒരു മോർ നോളജബിൾ അതറാണ്. ടീച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, നോളജ് നിർമ്മിക്കുന്നു. ടീച്ചർ എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർ അല്ല, മറിച്ച്
കുട്ടിയുടെ സോൺ ഓഫ് പ്രോക്സിമം ഡെവലപ്മെന്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ അതിനനുസരിച്ച് പരമാവധി അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ സഹായിക്കുകയും ആ കോഗ്നിറ്റീവ് ഡൊമൈൻ ഉപയോഗിച്ചുകൊണ്ട് അവൻ വിജ്ഞാനം നിർമ്മിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യലാണ് ടീച്ചറുടെ ദൗത്യം. അങ്ങനെ വരുമ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ ക്ലാസ് റൂമിൽ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് എന്നാണ്. അപ്പൊ അവിടെ ഒരു ക്ലാസ് റൂമിൽ തന്നെ മോർ നോളജബിൾ അതേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ മറ്റുള്ളവരെക്കാൾ അറിയുന്ന കുറച്ച് കുട്ടികളുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം കുട്ടികളെയൊക്കെ ചേർത്ത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോജക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് കൊടുക്കുന്നതിന് പകരം ഗ്രൂപ്പ് പ്രോജക്റ്റ് കൊടുക്കാം. ആ പ്രൊജക്റ്റിൽ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കുട്ടികൾ കൊടുക്കുന്നതെന്ന് കരുതാം, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക്. അപ്പൊ അതിൽ നന്നായിട്ട് ക്യാമറ ചെയ്യുന്ന ഒരാളുണ്ടാവും. ക്യാമറ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവരേക്കാൾ മോർ നോളജബിൾ അതാണ് അവൻ. സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുണ്ടാവും. സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിൽ അയാൾ ഇവരേക്കാൾ എന്താണ് മോർ നോളജബിൾ അതാണ്. അപ്പൊ ഇവർക്ക് ഒക്കെ കൂടി ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ക്യാമറ ഉപയോഗിക്കുന്ന ക്യാമറയിൽ എക്സ്പേർട്ടായ ആൾ മാത്രമല്ല, ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റുള്ളവർ കൂടി ക്യാമറയെ കുറിച്ച് കൂടുതൽ പഠിക്കും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെ പോലെ തന്നെ മറ്റുള്ളവരും സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് പ്രൊജക്ട് കൊടുക്കുക. അപ്പൊ ഗ്രൂപ്പ് പ്രൊജക്ട് കൊടുക്കുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ തങ്ങൾക്ക് അറിയാത്തത് കൺസ്ട്രക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും, മറ്റുള്ളവർക്കും സാധിക്കും. ഇപ്പൊ മുമ്പ് ഞാൻ നമ്മുടെ ഈ നാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലാസ് എടുക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ മുമ്പ് അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. അപ്പം അന്നത്തെ 2015-17 ബാച്ചിൽ സുജീഷ് എന്ന് പറയുന്ന അതൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ഇവന്റുകളൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ്. ഈ സുജീഷ് ക്ലാസ് റൂമിലുള്ള 1-2 പേർ, നിതീഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ്, അതുപോലെ തന്നെ മിഥുൻ, ഇവർക്കൊക്കെ ക്യാമറ ഉപയോഗിക്കുന്നത്, നിതീഷ് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്തു, ആ ക്യാമറ വാങ്ങിച്ച് നിതീഷ് അതിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ ഫോട്ടോ വളരെ മനോഹരമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ നിതീഷ് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇവർ ക്യാമറ ഇവർ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. ആ വർഷം മിക്കവാറും ആ ക്ലാസ്സിലുള്ള ഒരു 4-5 സ്റ്റുഡൻസ് ഒക്കെ ഫോട്ടോ എടുത്തിങ്ങനെ വളരെ മനോഹരമാണ്. അപ്പോൾ ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ കൊടുക്കുക, പെയർ വർക്കുകൾ കൊടുക്കുക. 2 കുട്ടികളെ ഓരോ പെയറാക്കിയിട്ട് ജോഡികളാക്കിയിട്ട് അവർക്ക് വർക്കുകൾ കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് മോർ നോളജബിൾ അത്രയായിരിക്കും. അപ്പൊ സീനിയർ ജൂനിയർ കോണ്ടാക്ട് സെഷനുകൾ സംഘടിപ്പിക്കുക. ടീച്ചറോട് ചോദിക്കുന്നതിനേക്കാൾ ധൈര്യത്തിൽ ചിലപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 9ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുക. അവർക്ക് ചില സംശയം, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജ്ഞാനം നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പുകൾ നടത്തുക. ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തെ സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഡയലക്റ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് കുട്ടികൾ അവിടെ പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വാക്കുകൾ അത് കേട്ടുകൊണ്ട് കുട്ടികളൊരു ഐഡിയ ഉണ്ടാക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിലൂടെ അവരുടെ സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഒരു കാഴ്ചപ്പാട് കുട്ടികൾ സൃഷ്ടിക്കുന്നു. കമ്മ്യൂണിറ്റി കോണ്ടാക്റ്റുകൾ അഥവാ സാമുദായികമായിട്ട് നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുക, സാമുദായികമായിട്ടുള്ള ഇവന്റുകളിൽ പങ്കെടുക്കുക, സാമുദായിക നേതാക്കന്മാരുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, അവരുമായി ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെയുള്ള കോണ്ടാക്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. പിന്നെ ഇന്റർവ്യൂ. ഇപ്പോൾ ഒരു പദ്യം പഠിപ്പിക്കണം. ആ പദ്യം ടീച്ചർ ആർട്ടിഫിഷ്യലായിട്ട് പഠിക്കുന്നതിനേക്കാൾ ശരിക്കും ടീച്ചറേക്കാൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു സാഹിത്യകാരനായിരുന്നു. അപ്പം അത്തരം ഒരു സാഹിത്യകാരൻ്റെ അടുത്ത് പോയിട്ട് സാഹിത്യകാരനെ ഇന്റർവ്യൂ ചെയ്യുന്നു കുട്ടികൾ. ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ അവർ പല ഐഡിയാസും എന്ത് ചെയ്യുന്നു, നേടിയെടുക്കുന്നു. കവിതയിലുള്ള പ്രത്യേകതകളെ കുറിച്ച് അറിയുന്നു. ഒരു പ്രത്യേക എഴുത്തുകാരൻ്റെ കവിതയുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കാഴ്ചപ്പാട് നിർമ്മിച്ചെടുക്കുന്നു.
പിന്നെ കൺസൾട്ടേഷൻ ഹവേഴ്സ്. നമ്മൾ പറഞ്ഞു ടീച്ചറാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മോർ നോളജബിൾ, കൂടുതൽ അറിയുന്ന മറ്റൊരാൾ. ഇപ്പോൾ കുട്ടി വീട്ടിൽ പോയി പല കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചില കാര്യം ടീച്ചറുടെ അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരും. അപ്പം അന്നേരം അവർക്ക് അതിന് അസിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണി മുതൽ 5 മണി വരെ അല്ലെങ്കിൽ ഒരു 5 മണി മുതൽ 6 മണി വരെ കൺസൾട്ടേഷൻ ഹവർ, ആ സമയത്ത് കുട്ടികൾക്ക് കോണ്ടാക്ട് ചെയ്യാം, സംശയങ്ങൾ ദൂരീകരിക്കാൻ കോണ്ടാക്ട് ചെയ്യാം. ആ രീതിയിൽ കൺസൾട്ടേഷൻ ഹവേഴ്സ് എന്ത് ചെയ്യാം, സംഘടിപ്പിക്കാം. ഇതൊക്കെയാണ് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു, പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നമ്മളത് ഇങ്ങനെ ഒരു ലോട്ടെടുത്ത് ഉണ്ടാക്കുന്ന പോലെ ഒരു തോന്നിയതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കലില്ല. ക്ലാസ്സിൽ കയറി ഉടനെ തന്നെ 1 2 3 4 ഒക്കെ വിളിച്ച് എന്നിട്ട് 1 എന്ന് പറഞ്ഞവർക്ക് ഒരു ഗ്രൂപ്പ്, 2 എന്ന് പറഞ്ഞവർക്ക് ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു 4 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 4 ഗ്രൂപ്പിലും ഒരു ഗ്രൂപ്പിൽ 5 പേരാണെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഒരു MKO ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഒരു 5 പേര് മറ്റുള്ളവരെക്കാൾ മികച്ചവരായിരിക്കും. അപ്പം 5 ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഓരോ ഗ്രൂപ്പിലും ഈ 5 പേരിൽ ഒരാൾ വേണം. മാത്തമാറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ വേറെ 5 പേരായിരിക്കും മറ്റുള്ളവരെക്കാൾ മോർ നോളജബിൾ അതേഴ്സ്. അപ്പോൾ നമ്മൾ 5 ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ 5 പേരും എന്ത് ചെയ്യണം, വേണം. അങ്ങനെ ഇടകലർന്ന് ബ്രില്യൻ്റ് സ്റ്റുഡൻസ്, എബോ ആവറേജ് സ്റ്റുഡൻസ്, ആവറേജ് സ്റ്റുഡൻസ്, ബിലോ ആവറേജ് സ്റ്റുഡൻസ്, ഇവരൊക്കെ എല്ലാ ഗ്രൂപ്പിലും വരുന്ന രീതിയിലായിരിക്കണം ഗ്രൂപ്പിംഗ് നടത്തേണ്ടത്, ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് ടീച്ചർ. അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പലപ്പോഴും അധ്യാപകർ രക്ഷപ്പെട്ടതുപോലെയാണ്. ക്ലാസ്സിൽ കയറി കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ച് അവർക്കൊരു ആക്ടിവിറ്റിയും കൊടുത്ത് മാറി ഇങ്ങനെ നിൽക്കാം, ഒരു എസ്കേപ്പിസം. അതല്ല ടീച്ചറുടെ ദൗത്യം. കാരണം ടീച്ചറാണ് ക്ലാസ് റൂമിലെ ഏറ്റവും മികച്ച ബെസ്റ്റ് MKO. സ്വാഭാവികമായും നിങ്ങൾ ഗ്രൂപ്പ് തിരിച്ചു, ആ ഗ്രൂപ്പിൽ MKOs ഉണ്ടാകും. എന്നാൽ ആ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും അറിയുന്ന ആൾക്ക് അറിയാത്ത ചില സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങൾ തീർക്കേണ്ടത് ക്ലാസ്സിലെ ഏറ്റവും മികച്ച MKO ആയ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ടീച്ചർ ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ സമയത്ത് ടീച്ചറുടെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ടീച്ചർ സജീവമായിട്ട് ഇടപെടണം. ടീച്ചർ ഓരോ ഗ്രൂപ്പിലും പോയി അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് അവർക്ക് വിജ്ഞാനം നിർമ്മിക്കാനുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. ഇതായിരിക്കണം ടീച്ചർ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ സമയത്ത് ചെയ്യുന്നത്. ഇത്രയുമാണ് വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിസത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ വൈഗോസ്കി ആധുനിക രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിസവും അതുപോലെ തന്നെ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലമൊക്കെ. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികൾ പുതിയ വിജ്ഞാനം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുതിയത് കണ്ടെത്തിയല്ല ചെയ്യുന്നത്. പക്ഷെ നിലവിലുള്ള വിജ്ഞാനം തന്നെ ടീച്ചർ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടി നിർമ്മിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കണം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇഗ്നോയുടെ പ്രോഗ്രാമിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് നമ്മുടെ കോളേജിലെ ബീന ടീച്ചറായിരുന്നു അതിൻ്റെ പ്രോഗ്രാം ഇൻചാർജ്. അപ്പോൾ മിക്കവാറും വർഷങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം അധിക വർഷവും വർക്ക്ഷോപ്പ് ഡയറക്ടറായിട്ട് ഞാൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഇഗ്നോ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പം അന്ന് രമേശൻ മാഷി എന്ന് പറയുന്ന അദ്ദേഹം അന്ന് തന്നെ സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇഗ്നോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ ഞാൻ പോയി. അപ്പം അദ്ദേഹം ബാർട്ടർ സമ്പ്രദായമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണയാണെങ്കിൽ കുട്ടികളെ ഞാൻ നിങ്ങളെ ബാർട്ടർ സമ്പ്രദായത്തെ കുറിച്ച് പഠിപ്പിച്ചു തരാം. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം പണ്ട് നിലനിന്നിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു സമ്പ്രദായമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിപ്പിക്കുക. അത് കുട്ടികളെ അവിടെ റിസീവ് ചെയ്യും. ഇവിടെ അദ്ദേഹം ചോദിച്ചു ക്ലാസ്സിൽ നിന്നും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ വീട്ടിനടുത്ത് പന്തലൊക്കെ കെട്ടിയിട്ട് മിഠായിയൊക്കെ വിൽക്കാറുണ്ട് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എന്നിട്ടുണ്ട്, യെസ് ഞാൻ ചെയ്യാറുണ്ട്, പിന്നെ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നല്ല പന്തലൊക്കെ കെട്ടി മിഠായി വെക്കുന്നുണ്ടോ. അപ്പോൾ ചോദിച്ചു, മിഠായി വെക്കുന്ന സമയത്ത് പൈസക്ക് മാത്രമാണ് മിഠായി കൊടുക്കാറുള്ളത്?
അല്ലല്ല, ചില കുട്ടികളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ വണ്ടി 2 അണ്ടി തന്നാൽ 1 മിഠായി, 4 അണ്ടി തന്നാൽ കശുവണ്ടി, 4 കശുവണ്ടി തന്നാൽ 2 മിഠായി, ഇങ്ങനെ വിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രമേശൻ മാഷ് പറഞ്ഞു, ഇതിന് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയും. എന്താണ് ബാർട്ടർ സമ്പ്രദായം? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വിൽക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഈ തരത്തിലാണ് ഇങ്ങനെ ഒരുപാട് ആധുനിക വിദ്യാഭ്യാസ രംഗത്ത്, ആധുനിക ബോധന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന രീതിയിലുള്ള വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് വൈഗോസ്കി. ഇനി നമുക്ക് പൗലോ ഫ്രീയറിയെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അതുവരെ നന്ദി, നമസ്കാരം.